ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഞാനിപ്പോൾ ഒരു 5 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. നെയ്യ് നമുക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം നെയ്യ് നമ്മുടെ ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂട്ടും. ഇപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ക്യാരറ്റ് ഇടണം. ഈ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഈ നെയ്ക്കകത്ത് കിടന്നാണ് നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വേവിക്കേണ്ടത്. നമ്മുടെ സാധാരണ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ആ നെയ്ക്കകത്ത് നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഈ പഞ്ചസാര മെൽറ്റായി വരണം. ഈ നെയ്ക്കകത്തും ക്യാരറ്റിൻ്റെ അകത്തും കിടന്ന് നമ്മുടെ പഞ്ചസാര നല്ല മെൽറ്റായി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഈ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങാണ് ഇത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും പഞ്ചസാരയൊക്കെ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒത്തിരി ഓവറാവേണ്ട, ഒന്ന് കുറുക്കിയെടുക്കാൻ പാകത്തിനുള്ള പാലൊഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിൽ 1 കപ്പ് പാലെടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇടാം. ഞാനിപ്പോൾ 2 സ്പൂൺ കസ്റ്റാർഡിൻ്റെ പൗഡറാണ് ഇട്ടേക്കുന്നത്. നമുക്കിതിലേക്ക് ഈ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായി കുറച്ച് പാലൊഴിക്കാം. നമ്മളല്ലാതെ ഡയറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ കട്ട പിടിക്കും. ഇത് നമുക്ക് നല്ലപോലെ കട്ട പിടിക്കാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ പാലിനകത്തോട്ട്, തിളച്ച് വരുന്ന പാലിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. കട്ടയുണ്ടെങ്കിൽ ആ കട്ടയൊക്കെ പോകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നല്ലപോലെ ഒരു കട്ട പോലും ഇല്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാല് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ പാലിൻ്റെ അകത്തോട്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് കുറുകരുത്. ഇത് നല്ലപോലെ ഒന്ന് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരും. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇത് നല്ലപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കട്ട പോലെ ആവും. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഈ സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം മിക്സി ഉണ്ടാക്കി വെച്ച നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഈ ഹൽവയുടെ മിക്സ് നമ്മൾ ഒരു ലെയർ നമ്മൾ ഫുള്ളായിട്ട് ഇടണം. ഇപ്പോൾ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിക്കണം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കസ്റ്റാർഡിൻ്റെ മിക്സിൽ നമ്മൾ പഞ്ചസാര ചേർക്കുമായിരുന്നു. ഞാൻ അത് കാണിച്ചിട്ടില്ല. നമുക്ക് മധുരത്തിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ ക്യാരറ്റിനൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ ലെയർ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് നെയ്ക്കകത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് ഇടാം. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് നെയ്ക്കകത്തിട്ടൊന്ന് സോട്ട് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെക്കാം. ഫ്രീസ് ചെയ്യേണ്ട, നമ്മൾ സാധാരണ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെക്കാം.
ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും നമുക്ക് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്